കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ യൗവനക്കാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും വീണ്ടും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നാം തിരുവചനം കേൾക്കുകയാണ്, അല്ല തിരുവചനത്തിലൂടെയുള്ള ദൈവിക സത്യങ്ങൾ നാം അനുഭവിക്കുകയാണ്. തിരുവചനം ഒരു പഠനം എന്ന് പോലും പറയാൻ കഴിയില്ല, അത് അനുഭവങ്ങളാണ്. ശരിയാണ്, പഠിക്കാൻ പരിശ്രമിക്കുന്നുവെങ്കിലും അത് ചില അനുഭവങ്ങൾ നമുക്ക് തരും. അങ്ങനെ അനുഭവങ്ങളുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പഠനത്തിൻ്റെ ജീവിതമല്ല, അറിവിൻ്റെ ജീവിതമല്ല, അനുഭവിക്കുന്ന ജീവിതം. പഞ്ചസാരയെക്കുറിച്ച് തീസിസ് എഴുതാം, ഇല്ലേ? വലിയ പഞ്ചസാരയെക്കുറിച്ചുള്ള പഠനത്തിൽ എഴുതി PhD എടുക്കാം. പക്ഷേ പഞ്ചസാരയുടെ ഒരു തരി നാവിൽ വന്നാലേ അത് മധുരമാണെന്ന് അനുഭവിക്കാൻ കഴിയും. നാളുകളായി ഈ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി നാം പഠിക്കുന്നതായ, നാം മനസ്സിലാക്കുന്നതായ, നാം കേൾക്കുന്നതായ ഈ തിരുവചനം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ, ക്രിസ്തു തരുന്ന അനുഭവങ്ങൾ പ്രാപിക്കുന്ന ആ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. സന്തോഷമെന്ന വിഷയത്തെക്കുറിച്ചുള്ള വളരെ വളരെ നാളുകളായി നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആ വിഷയം ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. കർത്താവിന് സ്തോത്രം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ സന്തോഷത്തെക്കുറിച്ച് പറയാനുണ്ട്. എങ്കിലും അത് അധികം ദീർഘിപ്പിച്ചു കൊണ്ട് പോകാതെ ഞാൻ ഇന്ന് അതൊന്ന് തീർക്കുവാൻ പരിശ്രമിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ അവിടെ കഴിയുമ്പോൾ സ്വർഗീയ ദർശനങ്ങൾ ലഭിച്ച്, വെളിപ്പാടുകൾ ലഭിച്ച്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവീക അരുളപ്പാട് ലഭിച്ച് എഴുതുന്ന പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. അതിന് 21-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. വരാൻ പോകുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദമുണ്ടായി. ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. 4-ാം വാക്യം, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. സ്തോത്രം. ജീവനുള്ള ദൈവം തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. തനിക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച തൻ്റെ പ്രിയ മക്കളുടെ കണ്ണുനീർ തുടയ്ക്കാൻ യേശു വരും. 5-ാം വാക്യം, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു. 1 മുതൽ 5 വരെയുള്ളതായി വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന വൻ കാര്യങ്ങൾ. കർത്താവിന് സ്തോത്രം. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മാലാഖി പ്രവാചകന്റെ പുസ്തകം അവസാന അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളിലെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് ന്യായവിധിയാണ്, ഒരു കൂട്ടം ആളുകൾക്ക് തീച്ചൂളയാണ്, കഷ്ടതയാണ്. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ എഴുതിയിട്ടില്ല. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചെറിയൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കളാക്കളെ പോലെ തുള്ളിച്ചാടും. ഓ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 2 കൂട്ടം ആളുകൾ, ഒന്ന് ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും നിത്യയാതന അനുഭവിക്കുന്ന ഒരു കൂട്ടം. എന്നാൽ ഒരു കാലത്ത് കഷ്ടപ്പാടുകളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലെല്ലാം അനുഭവിച്ച ദൈവമക്കൾക്ക് ആനന്ദത്തിൻ്റെ കാലം.
കർത്താവിന് സ്തോത്രം. ഇതെല്ലാം സംഭവിക്കും പ്രിയരെ, സംഭവിക്കും, സംഭവിച്ചിരിക്കും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഞാൻ പുതിയൊരാകാശം പുതിയ ഭൂമിയും കണ്ടു. കർത്താവിന് സ്തോത്രം. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖം മാറുന്നൊരു ദിവസം, ആനന്ദത്തിൻ്റെ നിർവൃതി അനുഭവിക്കുന്ന ദിവസം, ആനന്ദത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നൊരു ദിവസം, ആനന്ദം മാത്രം അനുഭവിക്കുന്നൊരു ദിവസം. അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, നെടുവേർപ്പില്ല, നിലവിളിയില്ല, ഒറ്റപ്പെടുത്തലുകളില്ല, ഭീഷണികളില്ല, പീഡനങ്ങളില്ല, ഒന്നുമില്ല. സന്തോഷത്തിൻ്റെ പ്രതീക്ഷ. അത് വേണമോ? അതാണ് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അവസരം. അതാർക്ക് കിട്ടും? ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചവർക്ക്, യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ യേശുവിൻ്റെ അംബാസഡേഴ്സായിട്ട് നിന്ന് യേശുവിൻ്റെ വേല ചെയ്തവർക്ക്, യേശുവിന് വേണ്ടി പേടി അനുഭവിച്ചവർക്ക്, യേശുവിന് വേണ്ടി നിന്നയും കഷ്ടപ്പാടും ഒറ്റപ്പെടുത്തലുകളെല്ലാം സന്തോഷത്തോടെ സഹിച്ചവർക്ക്, അതെല്ലാം മറന്ന് കർത്താവിൻ്റെ വേല ചെയ്തവർക്ക്, അവർക്ക് വേണ്ടി ഒരു വലിയ സൗഭാഗ്യം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അത് ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, 10 ദിവസത്തേക്കല്ല, 100 വർഷത്തേക്കല്ല. നിത്യതയാണ്. ഇറ്റേണിറ്റി ഈസ് എ റിയാലിറ്റി. അത് നിത്യത അനന്തമാണ്. അതൊരിക്കലും തിരിയില്ല. ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ചിന്തിക്കുകയാണ്. ഈ ഭൂമിയിൽ 2/3 ഭാഗവും സമുദ്രമാണെന്ന് നമുക്കറിയാം, ഇല്ലേ? 2/3 ഭാഗവും സമുദ്രം. എന്നാൽ ഈ സമുദ്രം മുഴുവനുള്ള ആ സമുദ്രത്തിലെ വെള്ളത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ കൈവിരൽ മുക്കി ഓരോ തുള്ളി വെള്ളം അളന്നാൽ അത് അളന്ന് തീർക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഇതുപോലെയാണ് നിത്യതയെന്ന് ഒരു ദൈവദാസൻ പറയുകയുണ്ടായി. നമുക്കറിയാം, ഒരു കപ്പിൽ ഒരു വെള്ളമെടുത്താൽ ഓരോ തുള്ളി അളന്നളന്ന് ചെയ്യുമ്പോൾ എത്രയോ സമയമെടുക്കും. ഒരു ബക്കറ്റിലെ വെള്ളം, ഒരു കിണറിലെ വെള്ളം, ഒരു തോട്ടിലെ വെള്ളം, ഒരു പുഴയിലെ വെള്ളം, ഒരു സമുദ്രത്തിലെ വെള്ളം. എന്നാൽ അതുമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സമുദ്രത്തിലെയും വെള്ളം ഒരു മനുഷ്യൻ തൻ്റെ വിരൽ കൊണ്ട് മുക്കി ഓരോ തുള്ളി അളന്നാൽ തീരുമോ? തീരുകയില്ല. ഇതുപോലെയാണ് നിത്യത എന്ന്. കർത്താവിന് സ്തോത്രം. നിത്യത ഒരിക്കലും തീരുകയില്ല. അത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ തീരുകയില്ല. അത് അനന്തമാണ്. നിത്യയുഗായുഗം യേശുവിനോടുകൂടെ വസിക്കുന്ന ഭാഗ്യ പദവിയാണ് നിത്യത. സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് രക്ഷ എന്നുള്ള ദൈവത്തിൻ്റെയും കുഞ്ഞാൻ്റെയും ദാനമെന്ന് എണ്ണിയാൽ കൂടാത്ത അസംഖ്യം ജനം കയ്യിൽ കുരുത്തോല പിടിച്ച് വെള്ളവസ്ത്രം ധരിച്ച് രക്ഷദാനമാണെന്ന് ആർത്തുപാടി സ്തുതിക്കുന്ന ആനന്ദത്തിൻ്റെ കാലഘട്ടം. എൻ്റെ പ്രിയരെ, നിങ്ങൾക്കത് വേണമോ? മകളെ, ഇന്നത്തെ ദുഃഖങ്ങൾ മാറും, ഇന്നത്തെ നെടുവീർപ്പുകൾ മാറും. അതിനൊക്കെ ഒരു അറുതിയുണ്ട്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴല്ലേ, ജഡത്തിൽ ജീവിക്കുമ്പോഴേ ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഒറ്റപ്പെടുത്തലുകളും ഉള്ളൂ. മകളെ, നീ ജനിച്ച കാലം മുതൽ ഒരിക്കൽ ദുഃഖത്തിൽ വളർന്നവളായിരിക്കാം. ദുഃഖപുത്രി എന്നുള്ള നാമം നിനക്ക് യോജിക്കുമായിരിക്കാം. പക്ഷേ ഇത് തീരും. കുറേ വർഷങ്ങളേ ഉള്ളൂ. ക്ഷമിക്കൂ, താഴൂ, ദൈവത്തിൽ പ്രത്യാശയോടെ ഇരിക്കൂ. ഇതെല്ലാം മാറും. എൻ്റെ യേശു വരും. യേശു വരുമ്പോൾ അവനെ നിത്യഭവനത്തിൽ ചേർക്കും. അവിടെ ദുഃഖമില്ല, നെടുവീർപ്പില്ല, സങ്കടമില്ല. ആ ഭാഗ്യപദവിക്ക് വേണ്ടി ഒരുങ്ങിയോ? കർത്താവിന് സ്തോത്രം. ഒരുങ്ങണം പ്രിയരെ. കല്യാണ സദ്യയ്ക്ക് ഒരുങ്ങിയിരുന്നവർ ഭാഗ്യവാന്മാർ. അവർ മണവാളിനോടുകൂടെ മണവറയിൽ പ്രവേശിക്കും. ഒരുക്കം ആവശ്യമാണ്. എന്താണ് ഒരുക്കത്തിൻ്റെ നാന്ദി? തുടക്കം. രക്ഷ എന്ന വാതിലിലൂടെ, വിശുദ്ധീകരണം എന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ തേജസ്കരണം പ്രാപിച്ച് നാം യേശുവിനോടുകൂടെ ചേർക്കപ്പെടും. നിത്യ ഭവനത്തിലാകും. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞു, യോഹന്നാൻ 14 പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്. യേശു വരും. യേശു വീണ്ടും വരും. യേശു 2ാമത് വരും. യേശു നമ്മെ ചേർക്കും. യേശു നമുക്ക് ഭവനം ഒരുക്കുകയാണ്. ഇന്ന് വീടില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, സ്വന്തമായി കെട്ടിടമില്ല, വാടക വീട് മാറി കഴിഞ്ഞവർ. കഴിഞ്ഞ ദിവസം ഒരു മോനോട് പറഞ്ഞു, 18ാമത്തെ വീടാണിതെന്ന്. വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. നല്ല നിലവാരത്തിൽ ജനിച്ചവരാണ്. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഉള്ളതെല്ലാം കർത്താവിന് വേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു. പാവപ്പെട്ട ജനം രക്ഷിക്കപ്പെടുവാൻ അവർ വാടക വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചു. ആ മോൻ പറഞ്ഞു,
സന്തോഷത്തോടെയാണ് പറഞ്ഞത്, നിരാശയോടെയല്ല. വാടക വീട്ടിൽ കഴിയുന്നു എന്നുള്ള നിരാശയോടെയല്ല. പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ 18ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ചിലപ്പോൾ വാടക വീടായിരിക്കാം, പോട്ടെ. പക്ഷേ നമുക്ക് സ്വന്തമായ ഒരു ഭവനം കർത്താവ് തരും, യേശു തരും. യേശു അതിന് വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു നമ്മെ ചേർക്കാൻ വീണ്ടും വരും. കർത്താവിന് സ്തോത്രം. ഈ പ്രത്യാശ കൊണ്ട് നിങ്ങൾ നിറയണം. ഈ ഭൂമിയിലെ കഷ്ടങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും നാം വലഞ്ഞു കഴിയാതെ, ഇവിടെയുള്ള കടബാധ്യതകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും വേർപാടുകളിലൂടെയും അനേക ഒറ്റപ്പെടുത്തലുകളിലൂടെയും പ്രതിസന്ധികളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മുന്നോട്ട് നോക്കുക. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയിലെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. അങ്ങനെയെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. ഇന്നത്തെ ദുഃഖം താൽക്കാലികം, ഇന്നത്തെ വേദനകൾ താൽക്കാലികം, ഇന്നത്തെ ഒറ്റപ്പെടുത്തലുകൾ താൽക്കാലികം. എൻ്റെ നാഥൻ്റെ ഭവനത്തിൽ എനിക്ക് എത്താം, എൻ്റെ യേശുവിനോടുകൂടി എനിക്ക് നിത്യയുഗായുഗം സ്വർഗത്തിൽ വസിക്കാമെന്നുള്ള ഭാഗ്യം. നിങ്ങളെ ആ ഭാഗ്യം ഭരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും. ആനന്ദം കൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടും. തുള്ളിച്ചാടുന്ന സന്തോഷം, ആനന്ദിക്കുന്ന സന്തോഷം, സന്തോഷം നിറഞ്ഞൊഴുകുന്ന സന്തോഷം. ഈ വലിയ സന്തോഷം, മഹാസന്തോഷം, അത്ഭുത സന്തോഷം, ഇതിലേക്ക് ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ്. മകനെ, നീ പദവി പ്രാപിക്കൂ, ഈ ശ്രേഷ്ഠ പദവിയിലേക്ക് കടന്നു വരൂ. രക്ഷ എന്ന വാതായനത്തിലൂടെ, വിശുദ്ധീകരണം എന്ന പാതയിലൂടെ നടന്ന് ക്രിസ്തുവിനെ അനുഗമിക്കൂ. ക്രിസ്തുവിൻ്റെ വേലയ്ക്കായി തന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗീയ ഭവനം ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം നാം വായിക്കുമ്പോൾ എന്താണ് നാം വായിക്കുന്നത്? അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കിടക്കേണ്ടത് തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രമലക്കുക, കുഞ്ഞാണ്ട് രക്തത്തിൽ അങ്കിയലയ്ക്ക് വെടിപ്പാക്കുക, കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറയുക, പാപത്തെ ഉപേക്ഷിക്കുക, യേശുവിൻ്റെ രക്ഷിതാകർത്താവായി സ്വീകരിക്കുക, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പാട്ടുകാരനോടൊത്ത് പാടിക്കൊണ്ട്, ഈ ലോകവാസം ദുഃഖം നിറഞ്ഞതാണെങ്കിലും എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കുമെന്നുള്ള ഉറപ്പും പ്രത്യാശയും പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുക. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗരാജ്യത്തിൻ്റെ പദവി നിങ്ങൾക്ക് നൽകട്ടെ. നിത്യജീവൻ്റെ ഓഹരിക്കാരായി കർത്താവ് നിങ്ങളെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും സന്തോഷമെന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡുകൾ തൽക്കാലം ഇവിടെ അതിന് വിരാമം കുറിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേകം പ്രസംഗങ്ങളിലൂടെ സന്തോഷം, ദൈവം തരുന്ന സന്തോഷം, എങ്ങനെ സന്തോഷിക്കാം, എന്താണ് സന്തോഷമെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുവാൻ കർത്താവ് എളിയവനായ അടിയന് ഭാഗ്യം തന്നു. നിങ്ങൾക്ക് കേൾക്കാൻ കർത്താവ് അവസരം തന്നു. കേൾക്കുന്നവരായ നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് വേറെ ആര് കേൾക്കാൻ? ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങൾ നിരന്തരം ദൈവത്തിന് വചനം കേൾക്കുന്നുവല്ലോ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അനേകർക്ക് ഈ വചനം അയച്ചു കൊടുക്കൂ. അനേകർ ആശ്വാസം പ്രാപിക്കട്ടെ, സന്തോഷം പ്രാപിക്കട്ടെ, നിത്യസന്തോഷത്തിൽ പരദീസായിൽ എത്തട്ടെ. അതിന് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.